ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വിഷു പ്രമാണിച്ചൊരു വ്ളോഗാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ണനെ ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് നല്ലപോലെ. പിന്നെ വിഷുവിൻ്റെ തലേദിവസം പിള്ളേരെല്ലാവരും കൂടി ഒരു എൻജോയ് ചെയ്യും കേട്ടോ. പടക്കം പൊട്ടിച്ചും കമ്പിത്തിരി കത്തിച്ചും. പടക്കം പൊട്ടിക്കലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഡേഞ്ചറായിട്ടുള്ള പടക്കങ്ങളൊന്നും പിള്ളേർ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. കമ്പിത്തിരി, മത്താപ്പ്, പൂത്തിരി. അപ്പോൾ ഇവിടെ കുറച്ച് പിള്ളേരുണ്ട് ഞങ്ങളുടെ വഴിയിൽ. കുറച്ച് എൻ്റെ മോൻ്റെ കുട്ടിയുടെ ഫ്രണ്ട്സ്, ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് കമ്പിത്തിരിയൊക്കെ കത്തിച്ച് അങ്ങനെ എൻജോയ് ചെയ്യുക കേട്ടോ. വിഷുവിൻ്റെ തലേദിവസം അങ്ങനെയാണല്ലോ. അപ്പോൾ എല്ലാവരും സേഫ്റ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. ചെരുപ്പൊക്കെ ഇട്ട്, അല്ലെങ്കിൽ കാലൊക്കെ പൊള്ളൂല്ലേ. വളരെ ശ്രദ്ധയോടെയാണ് പിള്ളേർ ചെയ്യണത്. പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ കൂടെ. അപ്പോൾ ആ ഒരു നല്ല നിമിഷത്തിലേക്ക് നമുക്കൊന്ന് പോവാം. ഇവർ രണ്ട് സെറ്റായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പുറത്തെ ആൺകുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഇതൊന്നും അത്ര താല്പര്യമില്ലല്ലോ. അവർക്ക് പടക്കം പൊട്ടിക്കൽ ആണല്ലോ. അപ്പോൾ ഇതുങ്ങൾക്ക് പേടിയാണ് പടക്കമൊക്കെ പൊട്ടിക്കാനായിട്ട്. അപ്പോൾ അവർ അങ്ങോട്ട് പോയില്ല. അവരപ്പോൾ അപ്പുറത്ത് നിന്നുകൊണ്ട് പടക്കം പൊട്ടിച്ചിട്ട് ഇവരെ പേടിപ്പിക്കാൻ നോക്കുക. അപ്പോൾ ഇവർ ഇവിടെ കത്തിച്ചും ചകരമൊക്കെ കത്തിച്ചു അങ്ങനെ. അപ്പോൾ അവന്മാർക്ക് ഇങ്ങോട്ട് വന്നാൽ കൊള്ളാമെന്നുണ്ട്. ഇവർ ഓടിച്ചു വിട്ടവർ വെച്ചാൽ അവർക്ക് മറ്റേ പടക്കമൊക്കെ വലിയ ഇതൊക്കെ ഉണ്ടൊക്കെ പൊട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരുടെ കൂട്ടത്തിൽ ഒരു കൂട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇവരുടെ ഇഷ്ടം അനുസരിച്ച് അവർ എല്ലാവരും കൂടി എൻജോയ് ചെയ്യാണ്. അത്ര വലിയ പൊട്ടണ സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഇവരുടെ പൂവലൊക്കെ ഭയങ്കര ഇതാട്ടോ. ഈ പടക്കമൊക്കെ ഈ പൂത്തിരിയൊക്കെ കത്തിക്കുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഭയങ്കര കൂവലും ബഹളമൊക്കെയാണ്. ഒരു നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ്, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ നമുക്കിരുന്ന് കാണാം. അങ്ങനെ എല്ലാവരും പടക്കമൊക്കെ പൊട്ടിച്ച് ഒക്കെ തീർന്നു തോന്നുന്നുണ്ട് ഒരു വിധം. അപ്പോൾ ഇനി അടുത്ത ഇതിനകത്തേക്ക് പോകാം. ഞാൻ വിഷു പ്രമാണിച്ചൊരു പഴം പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കുറച്ച് ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട്. ബാക്കി ചാനലിൽ കാണണേ. ഞാൻ എൻ്റെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് പഴം പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ കണ്ണനെയൊക്കെ ഒരുക്കി തലേദിവസം തന്നെ വെച്ചു. പിന്നെ വിളക്കൊക്കെ കത്തിക്കുന്ന രാവിലെയാണല്ലോ. കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് എല്ലാവരും വിളിച്ച് കണിയൊക്കെ കാണിച്ച്. അതിൻ്റെ എല്ലാവരും കാണുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഒരു 3:15 മണിയായപ്പോഴത്തേക്കും എല്ലാവരും വിളിച്ച് കണിയൊക്കെ കാണിച്ച് എല്ലാവർക്കും സന്തോഷമായി, കൈനീട്ടമൊക്കെ കൊടുത്ത്. അപ്പം അങ്ങനെ ഒരു വിഷുവിൻ്റെ വൈബ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇങ്ങനെയാണ് ഞങ്ങൾ കണിയൊക്കെ ഒരുക്കിയേക്കണം കേട്ടോ. കണി വെള്ളരിക്കയിൽ വലിയ ജിമിക്കൊക്കെ ഇട്ട് കൊടുത്ത് വിളക്കൊക്കെ കത്തിച്ച് ചിരാതൊക്കെ കത്തിച്ച് കുറച്ച് കൊന്നപ്പൂവേ കിട്ടിയുള്ളൂ. കാരണം ഭയങ്കര വില കൊന്നപ്പൂവിനൊക്കെ.
ഒരു സെറ്റ് ഒരു 2 തണ്ട് വാങ്ങിച്ചിട്ട് തന്നെ 100 രൂപയായി. പിന്നെ ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ഇഷ്ടം പോലെ കൊന്നപ്പൂവൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നല്ല ഭംഗിയിൽ കണ്ണനെ ഒരുക്കി കണിയൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സമയമാണ്. പിന്നെ അത് പഴമൊക്കെ വെക്കും കേട്ടോ, നിറച്ച് നോട്ട് അതും ഇത് എല്ലാം കണി കാണുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോകാം. രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഇഡ്ഡലി, സാമ്പാർ, ചട്നി, വെള്ള ചമ്മന്തിയില്ലേ, പിന്നെ ഒരു മുളകും കൂടി അരച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് പോയത്, ഔട്ടിങ്. അപ്പം നല്ല പൂ പോലത്തെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും നിറച്ച് ഇഡ്ഡലിയൊക്കെ കഴിച്ച് പതുക്കെ ഫോട്ടോഷൂട്ടിങ്ങിന് ഇറങ്ങുവാണ്. നല്ല വെയിലാണ്, ചൂടും കൂടുതലാണ്. അപ്പം ഞങ്ങൾ എറണാകുളം അമ്പലം ഉണ്ടല്ലോ, അതിൻ്റെ പുറകിലൊരു ഹോളുണ്ട്, ദർബാർ ഹോള്. അവിടെ പോയാണ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുത്ത്. നല്ല ചൂടും നല്ല വെയിലും. പിന്നെ കുറേ ഭാഗത്തായിട്ട് ഇങ്ങനെ മരങ്ങൾ ഒത്തിരി നിൽപ്പുണ്ട്. അവിടെയൊക്കെ ഇച്ചിരി ഒരു സുഖമുണ്ട് നിന്ന് കഴിഞ്ഞാൽ. ഈ ഒരു മൈതാനത്ത് പരിപാടികളൊക്കെ നടക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ഇപ്പോൾ വിഷ്ണു പ്രമാണിച്ചൊന്നും പരിപാടികളില്ലാത്തതുകൊണ്ട് ഒത്തിരി ആളുകൾ വന്ന് അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഒത്തിരി പ്രാക്കളുണ്ട് അവിടെ കേട്ടോ, പ്രാവുകളില്ലേ. അതിൻ്റെ എടുക്കാൻ നോക്കിയിട്ട് അപ്പോൾ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ചൂട് മേത്തേക്ക് അടിച്ചിട്ടേ പറ്റുന്നില്ല. പിന്നെ കുറേ നേരം അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പറ്റാവുന്നത്രയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാനും മക്കളും കൊച്ചുമോളും കൂടിയാണ് വന്നത്. അവർ ആണുങ്ങളാരും വിളിച്ചു കഴിഞ്ഞാൽ അവർ വരില്ലല്ലോ, അവർക്ക് ഇതൊക്കെ വലിയ കാര്യമൊന്നുമില്ല. നമ്മളാണല്ലോ ഈ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ള തിരക്ക് പിടിക്കില്ല. അപ്പോൾ കുറച്ച് ഫോട്ടോസ് നമുക്ക് കണ്ടാലോ. തിരിച്ചു പോകാനുള്ള സമയമായി. അപ്പോൾ അവിടെയുള്ള കുറച്ച് ഫോട്ടോസും കൂടി എടുത്തിട്ട്, ഈ ചൂട് കൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കാൻ നിവർത്തില്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ എറണാകുളത്ത് അമ്പലം കാണാൻ പറ്റും കേട്ടോ. കാണിച്ചു തരാം. എറണാകുളത്ത് അമ്പലത്തിൻ്റെ അടുത്താണ്. പിന്നെ മകളുടെ വണ്ടിയിലാണ് വന്നേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ പോകാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞ് പോവാണ്. അതാണ് എറണാകുളത്തെ അമ്പലം കേട്ടോ. അമ്പലത്തിലേക്ക് കയറാൻ പറ്റില്ല, കാരണം സമയം കഴിഞ്ഞിരുന്നു. പിന്നെ ഞങ്ങളവിടെ നിന്ന് രാവിലെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ടാണ് കേട്ടോ. രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് കണി കണ്ടതിന് ശേഷം മറ്റടുത്തുള്ള അമ്പലത്തിൽ ഗണപതി അമ്പലമുണ്ട്, ഭഗവതിയുടെ അമ്പലത്തിലൊക്കെ പോയിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പിന്നെ ഷൂട്ടിങ്ങിന് ഇറങ്ങിയത്. അപ്പോൾ ഇനി കാറിലിരുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടാലോ. സൈഡ് വ്യൂ ഒക്കെ നല്ല വ്യൂസ് കണ്ടങ്ങനെ പോവാം. അപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു പോവാം. നല്ല ഒരു രസകരമായൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. നന്നായിട്ട് പിള്ളേരും ഒക്കെ പെടാം. പിന്നെ കുട്ടികളൊക്കെ വരാനുണ്ട്. ബാംഗ്ലൂർ അവിടെ പഠിക്കുന്നുണ്ട് പിള്ളേർ, അവർക്കൊന്നും വരാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളെല്ലാവരും ഞങ്ങളുള്ളവരൊക്കെ കൂടി പോയി ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് ചെയ്ത്. പിന്നെ എൻ്റെ ഇടയ്ക്ക് കരിക്കൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. വെച്ചാൽ ഭയങ്കര ദാഹം. വെള്ളമൊക്കെ കൊണ്ടുവരുന്നെങ്കിലും ഭയങ്കര ദാഹവും ചൂടും കാരണം പിന്നെ വണ്ടി കയറിയപ്പോഴാണ് സുഖം കിട്ടിയത്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. സൈഡ് വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ വീട്ടിലേക്ക് എത്താറായി. ഇനി അസലൊരു സദ്യയുടെ ഒരുക്കങ്ങളാണ് കേട്ടോ. എല്ലാം ഉണ്ടാക്കി വെച്ച് നല്ലൊരു ഗംഭീരമായ സദ്യ.
കുഞ്ഞിന് അവന് കൂടുതൽ കറിയൊന്നും ഇഷ്ടമല്ല കേട്ടോ. അത് തന്നെ പപ്പടം പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരു ഊണ്, നല്ല രസകരമായിട്ടൊരു വിഷു ആഘോഷം ഇവിടെ തീരുവാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തേക്കണം കേട്ടോ. നല്ല ഊണായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.